അങ്ങനെട്ട് വീഴില്ല. എട്ട് ഞാൻ വീഴ്ച എന്താണോ വല്ല പരാതിയും പറയാനുണ്ടോ? പരാതിയൊന്നുമില്ല. പിന്നെ കളി കാണാൻ വന്നതാ. പോലീസ് സ്റ്റേഷനിലാണോടാ കളി കാണുന്നത്? നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ കളിക്കാമെങ്കിൽ എനിക്ക് കളി കണ്ടാലെന്താ? ഞങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ട് കളിക്കുക. എനിക്കും വേറെ പണിയൊന്നുമില്ല. ദേവരുന്നു വേറൊരു കുരിശ്. ഉറങ്ങും ശല്യപ്പെടുത്തന്നെ പറഞ്ഞിട്ടുണ്ടോ? പറ്റാൻ വരുന്നു സാർ. ആരെ? രമേശൻ നായർ. ഇങ്ങോട്ടോ? അതെ, ഇരുമ്പൻ ജോർജാണ്. അത് ഞാൻ ഏറ്റു. അവന്റെ മൂക്ക് ഇടിച്ച് പരത്തി ചതച്ച് മാവാക്കി ഞാൻ ദോശ ചൂടും. ഈ ഇരുമ്പനവന് ശരിക്കും അറിയില്ല. ഒറ്റയടിക്ക് സർക്കിൾ ഇൻസ്പെക്ടർ ഹൈദ്രോസിന് നിലംപരിശാക്കിയവനാ ഞാൻ. അതുകൊണ്ട് ആ ഡിവൈഎസ്പിയോട് പറഞ്ഞേക്ക് ഇരുമ്പനോട് കളിക്കണ്ടെന്ന്. അവനെ കാച്ച് കഷായം കുടിച്ചു കളയും ഞാൻ. കാരക്കുട്ടിൽ ദാസൻ എന്ന ചട്ടമ്പി ഇന്നലെ രാത്രി വീട്ടിൽ കയറി ആക്രമിക്കാൻ വന്നു. പരാതിയാണ് സാർ, നടപടി എടുക്കണം. നിങ്ങൾക്ക് പരാതി തരാം, പക്ഷേ നടപടി എടുക്കണമെന്ന് ആജ്ഞാപിക്കാൻ നിങ്ങൾ വല്ല പാർട്ടി നേതാവ് മറ്റാണോ? താനാണോ ഈ രമേശൻ നായർ? അതെ സാർ, എന്നെ ഒരിക്കൽ അന്വേഷിച്ചു എന്നറിഞ്ഞു. എന്നിട്ട് എന്തുകൊണ്ട് വന്നില്ല? നേരം കിട്ടിയില്ല. അതുകൊണ്ടല്ല, താൻ അഹങ്കാരിയാ. എടോ, ഇവിടുത്തെ പോലീസുകാരെ ജോലിയില്ലാതെ വരുമാനമില്ലാതെ കിടന്ന് നട്ടം തിരിയ. താൻ അതിന്റെ കാരണക്കാരൻ. തന്റെ കേസിൽ നടപടി എടുക്കാൻ എനിക്കിപ്പോ മനസ്സില്ല. അങ്ങനെ പറയരുത് സാർ. ഞാൻ അങ്ങനെയേ പറയൂ. എങ്കിൽ ഞാൻ ഇക്കാര്യം സർക്കിൾ ഇൻസ്പെക്ടറോടോ DSPയോടോ ചെന്ന് പറഞ്ഞോട്ടെ. താൻ ഈ ഇരുമ്പനെ ഭീഷണിപ്പെടുത്ത ഇത് അവന്മാരോട് പറഞ്ഞാൽ എനിക്കൊരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടുമായിരിക്കും. അതാ എനിക്കും വേണ്ടത്. മടുത്തുടോ, ഇവിടെയുള്ള ജീവിതമേ എനിക്ക് മടുത്തു. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എങ്കിൽ ഞാൻ പോട്ടെ സാർ. താൻ പൂവേ തൂങ്ങിച്ചാവേ എന്തെങ്കിലും ചെയ്തോ. ഒന്ന് വാദം കുറുന്തോട്ടിയം പിടികൂടി എന്ന് കേട്ടിട്ടേ ഉള്ളൂ. എന്താ കഥ? ഞങ്ങൾ രാത്രി തന്നെ വീട്ടിലേക്ക് കുതിച്ചതാ. അപ്പോഴാണ് അറിഞ്ഞത് അവൻ സ്ഥലം വിട്ടത്. എങ്കിലും ക്ലബിന്റെ എക്സിക്യൂട്ടീവ് കൂടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. കാരക്കുട്ടിൽ ദാസൻ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. നല്ല തീരുമാനം. പക്ഷെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു ചെറിയ തിരുത്തുണ്ട്. കൊന്നവനകത്തു പോകും. അതുകൊണ്ട് കയ്യും കാലും തല്ലി ചതച്ചിട്ടാ മതി. പ്രസിഡന്റ്, ഒരു തെറ്റ് തിരുത്താൻ മറ്റൊരു തെറ്റ് ചെയ്യല്ല വേണ്ടത്. ഞാൻ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. ആള് കാലിയായതിനു ശേഷം പോലീസ് വന്ന് കേസെടുക്കുമായിരിക്കും. എന്താ കാര്യം? മതയാനയ്ക്ക് മയക്കുവെടി, അതാ വേണ്ട. ഞാൻ പറഞ്ഞു വരുന്നത്, ഇക്കാര്യത്തിൽ രമേശ് ചേട്ടൻ ഞങ്ങളെ ഉപദേശിക്കരുത്. ഞാനടക്കമുള്ള ഈ നാട്ടിലെ ആപാലവൃദ്ധ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ആ തെമ്മാടി നിലംപതി ചാക്കും. സദേവ, ഒരു കോപം കൊണ്ട് അങ്ങോട്ട് ചാടിയാൽ മറുകോപം. വിട്ടേക്ക്, ഇത് ഞങ്ങൾ നോക്കിക്കോളാം. അത് തന്നെ, ഞങ്ങളുടെ ചോര തിളക്കിയാണ്. അവനെ കൈ കിട്ടിയാലുണ്ടല്ലോ. ഏതവനാടാ എന്നെ തല്ലേണ്ടത്? കാരക്കൂട്ടിൽ ദാസനെ എതിർക്കാൻ ധൈര്യമുള്ള തെണ്ടികൾ മുന്നോട്ട് വേണം. ഓടിക്കോ, ദാസ, എനിക്ക് നിന്നെ ഒന്ന് ഉപദേശിച്ചാൽ കൊള്ളാന്നുണ്ട്. തന്റെ ഉപദേശത്തിന്റെ അവസാനത്തെ ദിവസമാണിന്ന്. കുഴപ്പമില്ല, കുത്തുകയെ കൊല്ലുകയെ എന്ത് വേണം ചെയ്തോളൂ. പക്ഷേ ഞാൻ എന്ത് കുറ്റാ ചെയ്തതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഇറച്ചിക്ക് വേണ്ടിയാണോ തോലിന് വേണ്ടിയാണോ കൊല്ലുന്നത് എന്ന് അറവുകാരൻ അവന്റെ ആടുകളോട് ഒരിക്കലും പറയാറില്ല. പറയേണ്ട കാര്യമില്ല. ഞാൻ ആടല്ല ദാസ. ദാസ വേണ്ട, വേണ്ട ദാസ.
ഇറക്ക് കാറ്റ് പോയാ ഒരു ജീപ്പ് വിളിക്കാതെ. ഒന്ന് പിടിക്കേ. എന്താ എന്താ ഇവിടെ? ഒന്ന് വേഗം നോക്കണം, കാറ്റ് പോകാറായ കേസാ. അടിപിടിയോ അതോ കത്തിക്കുത്തോ? അടിപിടിയാ, പൊരിഞ്ഞടി. എങ്കിൽ പോലീസിനെ അറിയിക്കണം. അയ്യോ അടിപിടിയൊന്നും അല്ല സിസ്റ്ററെ, ഇത് അടിപിടി എന്ന് പറഞ്ഞൊന്ന് ഉരുണ്ട് വീണ് പോയതാ. അത്രേ ഉള്ളൂ. എല്ലാരും കൂടെ തിരക്കുണ്ടാക്കാതെ ഒന്ന് മാറി ആ, നിൽക്കണം. ഇങ്ങോട്ട് മാറിക്കോളൂ. താൻ എവിടുത്തെ പുണ്ണാക്കുമാടനാടോ? എന്തേ? അടിപിടിയാ, പൊരിഞ്ഞ അടിപിടി. വിവരമില്ലാത്ത ടൈലർമാരെ കൊണ്ട് നാട് നിറഞ്ഞു. ഞാൻ പറഞ്ഞത് സത്യമല്ലടോ. ആണോ? ആണോ? ഒന്ന് മിണ്ടാതിരിക്കണോ, ഇത് ആശുപത്രിയാ. കുഴപ്പമാവോ പ്രസിഡന്റ്? രമേശ് എന്നാലും ധൈര്യമായിട്ടിരിക്കും. അഥവാ അവൻ ചത്തു പോവുകയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഗംഭീരമായ ഒരു അനുശോചന യോഗം കൂടി കളയാം. എന്നിട്ട് കൊലക്കുറ്റത്തിന് രമേശേട്ടകത്തായിക്കോട്ടെ. വരാനുള്ളത് വഴി തങ്ങൂല്ല എന്റെ സഹദേവാ. ഇപ്പൊ കൊണ്ടുവന്ന രോഗി മരിച്ചിട്ടൊന്നുമില്ല. ഒന്നും പറയാറായിട്ടില്ല. ഇവന് ബന്ധുക്കളാരും ഇല്ലേ? എന്തിനാ? ഒന്ന് അറിയിക്കണ്ടേ? എടോ, ലോകത്ത് ഏതെങ്കിലും റൗഡിക്ക് ബന്ധുക്കളുള്ളതായിട്ട് കേട്ടിട്ടുണ്ടോ? പിന്നെ റൗഡികൾ ഭൂമിയിൽ നിന്ന് മുളച്ചു വരുന്നതെന്ന്. ആ, ചിലപ്പോ മുളച്ചും വരും. എന്താ ഇതിന് കുറച്ച് സ്വസ്ഥത തരുമോ? ഇതാ ഈ മരുന്ന് പുറത്തുനിന്ന് വാങ്ങിക്കണം. എങ്ങനെയുണ്ട് സിസ്റ്റർ? കുഴപ്പമൊന്നുമില്ല, ബോധം തെളിഞ്ഞു. ഈശ്വര, ഞാൻ നിനക്ക് അപമാനം വരുത്തി വെച്ചു. ഏ? സ്വന്തം ഭർത്താവ് ഒരു കവലച്ചട്ടമ്പിയാവുന്നത് ഏത് ഭാര്യയ്ക്കും വിഷമമുണ്ടാക്കും. അപ്പൊ ചട്ടമ്പ്യാവൻ തീരുമാനിച്ചോ? ആയിപ്പോയില്ലേ? അങ്ങനെ തന്നെ തുടരാനാണോ ഭാവം? എന്നല്ല, പിന്നെ? നീ നിന്റെ അച്ഛനോടൊന്നും പോയി പറയണ്ട കേട്ടോ. അയ്യോ, ഞാൻ അച്ഛന് ടെലിഗ്രാം അയച്ചു പോയല്ലോ. രമേശ് ചേട്ടൻ ഈസ് എ റൗഡി, സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി എന്നും പറഞ്ഞിട്ട്. എനിക്ക് രമേശ് ചേട്ടനെ അറിയില്ലേ? ഒന്നും മനഃപൂർവ്വമല്ലല്ലോ. അല്ലല്ലോ, നീ എന്നെ പറ്റി മറത്തൊന്നും ധരിക്കാതിരുന്നാ മാത്രം മതി എനിക്ക്. ദേഹത്ത് വേദനയൊന്നുമില്ലല്ലോ? ഏയ്, ഒന്നും പറ്റില്ല. ആ രേഖേ, നാളെ മുതൽ ഈ വീട്ടിൽ ഒരാൾ കൂടെ അരിയിട്ടേക്കണം. ദാസനെ നോക്കാൻ അവന് സ്വന്തക്കാരാരുമില്ല. അവനും ഭക്ഷണം കൊടുക്കണം. പാവം. പിന്നെ ആരാ രമേശൻ നായര്? ഞാൻ തന്നെ. എന്താ? ഞങ്ങള് വള്ളിക്കാട്ടിൽ നിന്ന് വരിക. ഒരു അർജന്റ് സംഗതി ഉണ്ടായിരുന്നു. എന്ത് സംഗതി? നമുക്കങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല, പറഞ്ഞോളൂ. അതല്ല, സംഭവം അറിയുമ്പോ സാറിന് മനസ്സിലാവും. ശരി. ഇത് പൂക്കോട്ടൂർ പാപ്പച്ചൻ, കേട്ടു കാണും. വലിയ അബ്കാരിയാ. കേട്ടിട്ടില്ല. മാത്രമല്ല, ചാരായ കച്ചവടക്കാരോട് എനിക്ക് തീരെ താല്പര്യമില്ല. വേണമെന്നില്ല, പക്ഷെ ഞങ്ങളെ ഒന്ന് സഹായിച്ചാ പറ്റൂ. എങ്ങനെ? വലിയൊരു റൗഡി കത്തിരിപ്പൂട്ട് സ്റ്റീഫൻ, അവനെ കൊണ്ട് പാപ്പച്ചായന് വലിയ ശല്യം. ഈ നാട്ടിലെ വലിയൊരു ചട്ടമ്പിയെ സാറടിച്ച് നിലംപരിശാക്കിയതൊക്കെ ഞങ്ങൾക്കറിയാം. അതുപോലെ സ്റ്റീഫനെ ഒന്ന് ഒതുക്കി തരണം. നിങ്ങൾക്ക് ആള് തെറ്റിയതാവും. അപ്പൊ രമേശൻ നായർ സാറല്ലേ? ഈ നാട്ടിലെ ഓരോ വീട്ടിലും നിങ്ങൾ ചെന്ന് നോക്കുക, ഉമ്മറത്തൊരു ഫോട്ടോ ഉണ്ടാവും. മുരിങ്ങാച്ചോട്ടിൽ അച്ഛൻ നായരുടെ മകൻ രമേശൻ നായരുടെ. അയാൾ ഒരു കൂലിത്തല്ലുകാരനല്ല. അപ്പൊ ദാസൻ ചട്ടമ്പിയെ മലത്തി കൂടുതൽ സംസാരിച്ചാൽ എന്റെ സമനില തെറ്റും. പറഞ്ഞേക്കാം. ചട്ടമ്പി സാറേ. ഒന്നുമില്ല സാറേ. അവർക്ക് എന്താണാവോ വേണ്ടത്? കുറുപ്പ് വീട്ടിൽ ചെന്ന് ദാസനുള്ള കഞ്ഞി എടുത്തുണ്ടോ? ആശുപത്രി പോണം. ഓ, വിശന്നാ? ഇവിടുന്ന് മുട്ടയും പാലും കിട്ടി. മരുന്നൊക്കെ ശരിക്കും കഴിക്കണ്ടല്ലോ. ഞാൻ നേഴ്സിനെ തെറി വിളിച്ചു. ഇന്നും മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഇവിടുന്ന് ഇറക്കി വിടുമെന്ന് പറഞ്ഞു. ദാസ, ഈ സ്വഭാവം ഇനിയെങ്കിലും നിർത്തണമെന്ന് ഞാൻ തന്നോട് പറഞ്ഞതല്ലേ? വയ്യെന്ന് വെച്ച് മെക്കിട്ട് കയറാൻ വന്നാ പിന്നെ? എനിക്കറിയാം ദാസന്റെ പ്രശ്നം. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആരുമില്ലാത്ത ഒരാൾ ഇങ്ങനെയൊക്കെ ആയിപ്പോവും. ഇവിടുന്ന് ഭേദമായിട്ട് ഇറങ്ങിയാൽ ദാസൻ പുതിയൊരു ജീവിതം തുടങ്ങണം. അല്ലേലും പഴയ ജീവിതം ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. ഒരിക്കൽ തോറ്റാ പിന്നെ ചട്ടമ്പികൾക്ക് നാട്ടിൽ പിടിച്ചു നിൽക്കാൻ പാടാ. തന്നെ തല്ലിപ്പോയതിൽ ഞാൻ വീണ്ടും മാപ്പി ചോദിക്കുന്നു. മാപ്പ ഇപ്പൊ ഒരുപാടായി. ദാസൻ ഏതുവരെ പഠിച്ചു? 9ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ അമ്മാവനെ തല്ലിയത്. സ്വന്തം അമ്മാവനെയോ? അച്ഛനും അമ്മയും മരിച്ച പിന്നെ ഞങ്ങളുടെ സ്വത്തൊക്കെ അമ്മാവൻ കൈയടക്കിയല്ലോ. അമ്മാവൻ എന്ന് പറയുന്ന ആ നാറിക്കൊണ്ട് എൻ്റെ അത്രയും വരുന്നൊരു മോൻ. അവന് പട്ടുടുപ്പും പൊന്നരഞ്ഞാണോ. ഞാൻ കിടക്കുന്നത് നെല്ലുകുത്തുവരയിൽ. സകല പണിയും ചെയ്യണം, അതിൻ്റെ ഇടയിൽ പഠിക്കും. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. ഒരു ദിവസം പുസ്തകം വാങ്ങാൻ കാശ് ചോദിച്ചപ്പോൾ അമ്മാവൻ എന്നോട് പറഞ്ഞു, നിന്റെ അച്ഛൻ സമ്പാദിച്ചൊന്നും ഇവിടെ ഇല്ലടാന്ന്. പിന്നെ ഒന്നും ചിന്തിച്ചില്ല, തലങ്ങും വിലങ്ങും അടിച്ചു. ആ അടി പിന്നെ തൊഴിലാക്കി. ഇനി ദാസൻ ഒറ്റയ്ക്കല്ല. ദാസനെ സ്നേഹിക്കാൻ ഈ ഭൂമിയിൽ ഒരാളുണ്ടെന്ന് കരുതിക്കോളൂ. ആരാണത്? ഞാൻ തന്നെ.
എനിക്ക് ഒരു സംശയം ചോദിക്കണമെന്നുണ്ടായിരുന്നു. നിങ്ങൾ കളരി പഠിച്ചിട്ടുണ്ടോ? എന്തേ? അല്ല, കളരിക്കാരെ ഇങ്ങനെ നിലം തൊടാതെ അടിക്കുന്നത് കണ്ടിട്ടുള്ളൂ. അടിക്ക് അന്തകനും പറക്കുമെന്ന ചൊല്ല അങ്ങനെ അന്വർത്ഥമായി രമേശൻ നായരെ. ആ ധൂമകേതു ഒഴിഞ്ഞുപോയി. അതിന് കാരണക്കാരനായ രമേശൻ നായരെ അഭിനന്ദിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. മനുഷ്യരെല്ലാവരും പാവങ്ങളാണ് പ്രസിഡന്റ്. സാഹചര്യമാണ് അവനെ വഷളാക്കുന്നത്. ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു പൊങ്ങുതുരയായിരുന്നു കാരക്കൂട്ടിൽ ദാസൻ. ഇനി അവനൊരു ലക്ഷ്യം ഉണ്ടാക്കണം. അത് വേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ പഞ്ചായത്തിന്റെ ഒരു പ്രത്യേക യോഗം വിളിച്ചു കൂട്ടാം. ദാസൻ എങ്ങനെ ലക്ഷ്യം ഉണ്ടാക്കാവുന്ന വിഷയത്തെക്കുറിച്ച് ഒരു ചർച്ച നടത്താം. അത് വേണ്ട പ്രസിഡന്റ്. ചർച്ച തീരുമ്പോഴേക്കും ദാസൻ വീണ്ടും പഴയപടിയാവും. നമ്മുടെ കുളത്തിന്റെ റോഡിന്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ. ചർച്ച ചെയ്യാതെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഒരു പെട്ടിക്കട ഇട്ട് കൊടുക്കാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാം. ചർച്ച വേണ്ട. ചർച്ച വേണം. ലോൺ കിട്ടുമെങ്കിൽ ചർച്ചയുടെ കാര്യമില്ലല്ലോ. ബാങ്കിൽ ജാമ്യത്തിനാളെ കിട്ടുമോ? ഞാനാണല്ലോ അവനെ എവിടം വരെ എത്തിച്ചത്. ലോണും ഞാൻ തന്നെ സംഘടിപ്പിച്ചു കൊടുത്തോളാം. നിങ്ങൾ ഈ നാടിന്റെ അഭിമാനമാണ് രമേശൻ നായരെ. എനിക്ക് അഭിനന്ദിക്കാൻ വീണ്ടും വാക്കുകൾ കിട്ടുന്നില്ല. കറക്റ്റ്. തീർച്ചയായും ഇന്ന് നമുക്കൊരു സുദിനമാണ് നാട്ടുകാരെ. ഇക്കാലം അത്രയും കാരക്കോട്ടിൽ ദാസൻ നമുക്ക് എല്ലാവർക്കും ഒരു പേടി സ്വപ്നമായിരുന്നു. നിവർത്തിപ്പിടിച്ച കത്തിയോടെയല്ലാതെ നാം ആരും ദാസൻ ഇന്നുവരെ കണ്ടിട്ടില്ല. കാടിളക്കി നടന്നൊരു മതയാനയായിരുന്നു ദാസൻ. ആ മതയാനയെ നമ്മുടെ പ്രിയങ്കരനായ മുരിങ്ങച്ചോട്ടിൽ രമേശൻ നായർ എന്ന പാപ്പാൻ തളച്ചിരിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കതിൽ അഭിമാനമുണ്ട്. കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു പഞ്ചായത്ത് ഇതുപോലൊരു വൃത്തികെട്ടവനെ നന്നാക്കിയെടുത്തതിന്റെ പാരമ്പര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ശുദ്ധ തെമ്മാടി, കണ്ണിൽ ചോരയില്ലാത്ത തെണ്ടി, എന്ത് തോന്നിവാസവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു അലവലാതി, അവൻ ഇന്നു മുതൽ പുതിയൊരു മനുഷ്യനാവുകയാണ്. ശ്രീമാൻ മുരിങ്ങച്ചോട്ടിൽ രമേശൻ നായരുടെ നാമധേയം ഇനിയെങ്കിലും ഗിന്നസ് ബുക്കിൽ വരേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ചട്ടമ്പിദാസന്റെ ഈ പെട്ടിക്കടയുമായി സഹകരിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ് നാട്ടുകാരെ. നാടമുറിച്ച് ഈ കട ഉദ്ഘാടനം ചെയ്യാൻ രമേശൻ നായരെ ഞാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. തീയൽ കഴിക്കും. ആ, എന്താ ഇതിന്റെ പേര് പറഞ്ഞത്? തീയൽ. തീയൽ. തീയിൽ. നല്ല പേര്. ദാസൻ ഊണങ്ങനെ സാധാരണ? അങ്ങനെ ഊണായിട്ടൊന്നുമില്ല. വല്ല കാക്കയോ പൂച്ചയോ അടിച്ചു കൊന്ന് ചുട്ട് തിന്നും. പൂച്ച തിന്നു? പൂച്ചിറച്ചി നല്ല ടേസ്റ്റാ. പിന്നെ ഈ ഉടുമ്പുണ്ടല്ലോ, അതിന്റെ ചോര കുടിക്കും. അടി കൊണ്ടാ പരിക്കേൽക്കാതിരിക്കാൻ ഉടുമ്പൻ ചോര ബെസ്റ്റാ. സാധാരണ ഉടുമ്പല്ല, പൊന്നുടുമ്പ്. ചോരയും കുടിച്ച് അതിന്റെ നാക്കും പിഴുതെടുത്ത് വിഴുങ്ങിയിട്ട് 2 പേൽ സോടണം. അതെന്തിനാ? എന്നാലും ദഹിക്കൂ. ഒരു പ്രത്യേക ജീവിതല്ലേ. അമ്മ എന്ത് പറഞ്ഞാലും ശരി, ഞാനിത് സതീശേട്ടനെ അറിയിക്കും. ഒരു വീടായ ഒരു വ്യവസ്ഥ വേണം. ഒന്ന് പതുക്കെ പറ. അമ്മയ്ക്കൊരു മോളില്ലാഞ്ഞത് ഭാഗ്യം. അല്ലെങ്കിൽ അവളെ ഇപ്പൊ രമേശൻ ആ നാറിക്ക് കെട്ടിച്ചു കൊടുത്തേനെ. നിന്നോടല്ലേ പറഞ്ഞു ഉണ്ടായിരിക്കും. വെള്ളം വേണ്ട വേണ്ട, ഞാൻ കൊണ്ടുപോവാ. നീ അങ്ങോട്ട് വരണ്ട. ആ, അവിടെ നിക്കമ്മേ. ഒരാള് വീട്ടിൽ വന്നിട്ട് ഒന്നും സംസാരിക്കാതെ പോകുന്നെന്താ? എന്നെ കൊണ്ടൊന്നും സംസാരിപ്പിക്കണ്ട. അമ്മയ്ക്ക് എന്നത്തെ പേടിയാ. എനിക്ക് ആരെയും പേടിയും കിടിയൊന്നും ഇല്ല. തനിക്ക് വീടും കുടിയൊന്നും ഇല്ലടോ. വീടില്ല, കുടിയുണ്ടായിരുന്നു. കേട്ടോ അമ്മേ, ദാസൻ മെരുങ്ങുന്ന ആളുകൾക്കൊക്കെ വലിയ സംശയമായിരുന്നു. പക്ഷെ മെരുങ്ങി. ഈ കാണുന്ന ദാസൻ പുതിയൊരു ദാസനാ. എന്റെ ഉപദേശം ഫലിച്ചു. ദാസന് സ്വന്തക്കാരാരുമില്ലമ്മേ. ഇനി മുതല് അമ്മയാണ് ദാസന്റെ അമ്മ. എനിക്ക് ഇപ്പൊ ഉള്ള 2 മക്കളും മതി. പോരെങ്കിൽ മരുമക്കളും പേരക്കുട്ടികളും ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ അങ്ങനെ സങ്കുചിതമായിട്ട് ചിന്തിക്കാൻ പാടില്ലമ്മേ. ഈ ലോകത്തുള്ള എല്ലാവരും അമ്മയുടെ മക്കളാണെന്ന് കരുതണം. നീ കേറി കേറി എന്നെ ഉപദേശിക്കാൻ തുടങ്ങിയോ? അമ്മേ, അയ്യേ, എന്തൊരുപാട്. രമേശ, ഇനി ഇവങ്ങനെ എന്നെ വിളിച്ച എന്റെ മട്ടുമാറി ഞാൻ പറഞ്ഞേക്കാം. അമ്മ പാവ, ഇത്തിരി മുൻകോപം, അത്രേ ഉള്ളൂ. ഇനി ദാസൻ ഒരു പെണ്ണും കൂടെ കെട്ടിക്കഴിഞ്ഞാൽ എന്റെ ഭാരം ഒഴിഞ്ഞു. ബ്രോക്കർ പറഞ്ഞു ഒരു പെണ്ണ് ശരിയായിട്ടുണ്ടെന്ന്. എങ്കിൽ ഉടനെ നമുക്ക് പോയി കണ്ടോളെ.
രാഘവേട്ടോ എന്തേ അവര് വരുന്നുണ്ട്. ചായക്ക് വെള്ളം വെച്ചോ? വേഗല്ലേ അവരിങ്ങെത്തി. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ട് പല തിരക്കുകളും കാണുമല്ലോ, അതാ നേരെ ഇരുന്നാട്ടെ. കസേര ഇവർക്ക് ഇതൊക്കെ മതി. ഞങ്ങളാ പ്രധാനപ്പെട്ട ആളുകൾ, ഞങ്ങൾ കുറച്ച് തിരക്കുള്ളവരാ. ഇദ്ദേഹത്തെ പറ്റി കേട്ട് കാണും, മുരുകച്ചോട്ടിൽ രമേശൻ നായർ. ദാസനെ പറ്റി ബ്രോക്കർ എല്ലാം പറഞ്ഞല്ലോ അല്ലേ? പറഞ്ഞു. ചെറുക്കന് പെണ്ണിനെ പോറ്റാനുള്ള കഴിവുണ്ടോ എന്നേ ഞങ്ങൾ അന്വേഷിച്ചുള്ളൂ. പിന്നെ സാമ്പത്തികമായി എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്ത സ്ഥിതിയാ. സ്ത്രീധനത്തിന് ഞാനെതിരാ. സ്ത്രീധനത്തിന് മാത്രമല്ല, സമൂഹത്തിലെ എല്ലാ തിന്മകൾക്കും ഞാനെതിരാ. രമേശൻ നായർ ഞങ്ങളുടെ നാടിന്റെ നെടുന്തൂണാണ്. എന്നാ രജനോട് ചായ എടുക്കാൻ പറ രാഘവേട്ടാ. ചാരതേ, അവൾ അവിടെ തന്നെ ഇരിക്കുക. ചായ എടുക്കാൻ പറ. ഞാൻ പറഞ്ഞു. നാണമായിരിക്കും. ഇപ്പോഴത്തെ പെൺകുട്ടിയൊക്കെ നാണം. അഭിപ്രായം വേണ്ട. ഞാൻ ഊമേലടും. ഒന്നും മിണ്ടാതിരിടോ. എങ്കിൽ ദാസനൊന്ന് അകത്തേക്കല്ലേ, പലരും സംസാരിക്കണമെങ്കിൽ അതും ആവാലോ. ഒന്ന് കൂടെ ചെല്ലു സഹദേവാ. ഞാനും വരാം. ഇരിക്കടോ. ആ. പറസട്ടാ വാ. ഞങ്ങള് കുട്ടിയെ കാണാൻ വന്നതാ. ഞാനല്ല, ഇതാണ് ആള്. പിന്നെ എന്തെങ്കിലും സംസാരിക്കും. കാരക്കൂട്ടിൽ ദാസൻ. ഞാൻ പെട്ടിക്കടയാണ്, പെട്ടിക്കട. ബീഡി, മുറുക്കാൻ, സിഗരറ്റ്, പഴം. പഴം തന്നെ പലവിധമുണ്ട്. പൂവമ്പഴം, ഏത്തപ്പഴം, മൈസൂർ പഴം, പിന്നെ തീപ്പെട്ടി, സർബത്ത്. നല്ല കച്ചവടമാണ്. എന്താ പേര്? തീർന്നില്ല ദാസ. രക്ഷപ്പെടാൻ നോക്ക്. എനിക്ക് കുട്ടിയെ ഇഷ്ടപ്പെട്ടു. നമുക്ക് പോകാം ദാസ. അല്ല, നമുക്ക് ഇപ്പൊ തന്നെ കാര്യങ്ങൾ സംസാരിച്ചൊരു തീരുമാനം എടുത്തിട്ട് പിരിയാം. അതാ നല്ലത് രമേശൻ നായരെ. അല്ല, നമുക്ക് ഇതിന്റെ പിന്നാലെ നടക്കാൻ സമയം എവിടെ ഇരിക്കണു? അതല്ല പ്രസിഡന്റെ, ഒന്നിങ്ങോട്ട് വന്നേ. ഇത് നടക്കില്ല പ്രസിഡന്റ്. എന്തേ? അത് ആ പെണ്ണ് പിഴയാ. ഞാനൊരിക്കൽ പോലീസിന് ഫോൺ ചെയ്ത് ഒരു ലോഡ്ജ് റെഡി അയച്ചപ്പോൾ അന്ന് അവൾ അവിടെ നിന്ന് പോലീസ് പിടിച്ചോണ്ട് പോകുന്നത് എൻ്റെ ഓർമ്മയിൽ പച്ച പിടിച്ച് നിൽക്കുന്നു. ദാസന് പെണ്ണെ പിടിച്ച മട്ടാ. നമ്മളിത് പരസ്യമായിട്ട് പറയുന്നത് ശരിയല്ലോ, ഒരു പെൺകുട്ടിയല്ലേ. വഴിയുണ്ട്. നമുക്കേ സംഗതി തിരിച്ചടിക്കാം. എങ്ങനെ? അതൊക്കെ ഞാനേറ്റു. രമേശൻ നായർ കൂടെ വന്നാൽ മതി. ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് മാലയിട്ടാ മതി, വച്ച് നീട്ടണ്ട. പറ്റിയ നാളെ തന്നെ. അപ്പോഴേ നിങ്ങളുടെ മോള് നല്ല കുട്ടിയാ. കാരക്കുട്ടി ദാസൻ റൗഡിയാ. ആ നല്ല കുട്ടിയെ ഈ നാറിയുടെ കൂടെ അയക്കണ്ട. പ്രസിഡന്റ്, ദാസ വന്നേ. ഞാൻ നാറിയാണെങ്കിൽ പിന്നെ എല്ലാ യോഗ്യന്മാരും കൂടി എന്തിനാണോ എന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടത്? ദാസ, പ്രസിഡന്റ് പറഞ്ഞത് തെറ്റിപ്പോയതാണ്. ഏതായാലും വിളിച്ചോണ്ട് വന്നവര് തന്നെ അയാളെ അവമാനിച്ച ശരിയായില്ല. ഒരിക്കലും എന്റെ തലേ കയറി നിരങ്ങണ്ട. എന്റെ സ്വഭാവം ഞാൻ കാണിക്കും. ഇവർക്കും എനിക്കും ഇഷ്ടമാണെങ്കിൽ ഞാൻ അവളെ കെട്ടും. വേറെ കാര്യമുണ്ട് ദാസ. താൻ എന്നെ നന്നാക്കി എടുത്തോളാം, മതിയോടോ. ദാസ, സത്യം അറിയുമ്പോൾ ദാസന്റെ നിന്ന് പിന്മാറും. ആ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ല. ആദ്യം നിങ്ങൾ പറഞ്ഞു ചെറുക്കൻ നാറിയാണെന്ന്, ഇപ്പൊ പറയണു സത്യം അറിഞ്ഞാ പിന്മാറുമെന്ന്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ? എന്നാ പിന്നെ ഒന്നറിയണം. കുഴപ്പമുണ്ടെന്ന് തന്നെ കൂട്ടിക്കോ. പ്രസിഡന്റ്, ഇത് നാട്ടുകാരെ മുഴുവൻ അവമാനിക്കുന്നതിന് തുല്യ. സംഗതി പറയാതെ ഒരുത്തൻ ഈ വീടിന്റെ പടി ഇറങ്ങില്ല. ആണോ? എന്നാ ഞാൻ പറഞ്ഞു തരാം. പ്രസിഡന്റ്, രമേശൻ നായർ മിണ്ടാതെ നിൽക്കണം. എടോ മനുഷ്യ, ഈ പെണ്ണേ മഹാപിഴയാ. ഞങ്ങൾക്ക് അവളെ വേണ്ട. ഈ നിൽക്കുന്ന രമേശൻ നായർ ലോഡ്ജ് മുറിയിൽ നിന്ന് പോലീസിനെ കൊണ്ട് ഇവിടെ പിടിപ്പിച്ചതാ. മനസ്സിലായോ? രമേശൻ നായരെ ഞാൻ ഇനി ഒരിക്കലും അഭിനന്ദിക്കുന്നതല്ല. അതെന്താ പ്രസിഡന്റ്? എല്ലാ അവതാര പുരുഷന്മാർക്കും ഓരോ ജന്മോദ്ദേശം ഉണ്ടായിരുന്നു. രമേശൻ നായരുടെ ജന്മത്തിനും അങ്ങനെ ഒരു ഉദ്ദേശമുണ്ടെന്ന് വേണം കരുതാൻ. സത്യമാണ് പ്രസിഡന്റ്. ഇല്ലെങ്കിൽ ഇത്രയും ദൂരത്ത് വന്ന് നമ്മളൊരു പെണ്ണ് കാണുക, ആ പെണ്ണിനെ രമേശേട്ടൻ തിരിച്ചറിയുക. അവള് കാരണം നമ്മുടെ പഞ്ചായത്ത് തന്നെ തൊലഞ്ഞു പോവില്ലായിരുന്നോ? ആ ബ്രോക്കർ കിട്ടാ കൊടുക്കേണ്ടത്. അതെ, ഒരുത്തൻ ഒരുവിധം നന്നായി വന്നതേ ഉള്ളൂ. പിന്നെ അവനെ കുഴി ചാടിക്കാന്ന് വെച്ചാൽ രമേശൻ നായർ കൂടെ ഉണ്ടായത് നിന്റെ ഭാഗ്യാന്ന് കരുതിക്കോ ദാസ. ഭാഗ്യമാണോ അല്ലയോ എന്നുള്ളത് നിങ്ങളല്ലല്ലോ തീരുമാനിക്കേണ്ടത്.
പോലീസിൽ പിടിച്ചേൽപ്പിച്ചത് അവളെ തന്നെയാണെന്നുള്ളതിന് എന്താ ഉറപ്പ്? ദാസ ഇതാരും പറഞ്ഞു കേട്ടതല്ലോ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. എനിക്ക് വിശ്വാസമില്ല. രമേശൻ നായർ അന്ന് നടന്ന് എന്താണെന്ന് വിശദമായി അവനൊന്ന് പറഞ്ഞു കൊടുക്കൂ. നമ്മുടെ കൂമങ്കാവ് പാലത്തിൽ വലിയൊരു ബസ് അപകടം ഉണ്ടായതെന്നാ കഴിഞ്ഞ മേടം 12-ാം തീയതി. ആ അന്ന് ചരക്കെടുക്കാൻ ടൗണിൽ പോയിട്ട് രാത്രി ഞാൻ മടങ്ങില്ല. വണ്ടികളൊന്നും ഓടിയിരുന്നില്ലല്ലോ. ബസ് സ്റ്റാൻഡിനടുത്തൊരു ലോഡ്ജിൽ മുറിയെടുത്തു. എനിക്ക് പോണം. അങ്ങനെ പോകാനാണോ ഞാൻ നിന്നെ കൊണ്ടുവന്നത്? നിന്നെ തൊട്ടടുത്ത മുറിയിലൊക്കെ ആണുങ്ങളും പെണ്ണുങ്ങളും കിടന്ന് ഒച്ച വയ്ക്കുന്നുണ്ടല്ലോ. അത് സാരമില്ല സാറേ, കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. അല്ല, ഇവിടെ എന്താ ഏർപ്പാടെന്ന് പറഞ്ഞാൽ കൊള്ളാം. എന്തിനാ സാറേ ആവശ്യമില്ലാത്ത കാര്യം അന്വേഷിക്കുന്നേ? ഓഹോ, അപ്പൊ ഞാൻ സംശയിച്ചത് തന്നെയാണ് പ്രശ്നം. രമേശൻ നായർ ഇത്തരം അസാൻമാർഗിക പ്രവൃത്തികൾ സഹിക്കുന്നയാളല്ല. അതാരാ ഈ രമേശൻ നായർ? അത് ഞാൻ തന്നെയാണ്. ഇത്രയും വൃത്തികെട്ടൊരു സ്ഥലമാണിതെന്ന് ഞാൻ കരുതിയില്ല. ചേടാ, ഇയാൾ ആള് കൊള്ളാലോ. താല്പര്യം ഉണ്ടെങ്കിൽ അത് പറ സാറേ. അതല്ല, അസൗകര്യം ഉണ്ടെങ്കിൽ മുറി കാലിയാക്കി സ്ഥലം വിട്ടോന്നേ. ഹലോ, പോലീസ് സ്റ്റേഷൻ. രക്ഷപ്പെടാൻ നോക്കുന്നു. നടക്കാൻ ഈ കാണുന്നത് ആകാശവും ഇത് ഭൂമിയും ഇത് പുഴയും ഞാൻ രമേശൻ നായരും ആണെങ്കിൽ ദാസൻ ഇത് വിശ്വസിക്കണം. ഞാനും അത്ര നല്ലവനൊന്നുമല്ല. നീ ഇപ്പൊ നല്ലവനാണ്. ആയിരുന്നു നമ്മൾ ആ പെണ്ണ് കാണുന്നത് വരെ. ഇപ്പൊ ഞാൻ പഴയ ദാസൻ തന്നെയാ. നീ എന്തൊക്കെ പറഞ്ഞാലും ഒരു പിഴച്ച പെണ്ണ് എന്റെ പഞ്ചായത്തിന്റെ വഴി കയറ്റുന്ന പ്രശ്നമില്ല, മനസ്സിലായോ? നിങ്ങൾ ആരുമല്ലല്ലോ, ഞാനല്ലേ കെട്ടുന്നത്. എന്ന് വെച്ച് ദാസ അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാ അതിന് കൂട്ടു നിൽക്കുക? കൂട്ടു നിൽക്കാൻ തന്നെ ആരെങ്കിലും ക്ഷണിച്ചോ? എടാ, സൂക്ഷിച്ച് സംസാരിക്കണം. സൂക്ഷിക്കലൊക്കെ നിർത്തി. ആനയത്തിന് മെലിഞ്ഞെന്ന് വെച്ച് അതിനെ പിടിച്ച് തൊഴുത്ത് കെട്ടാമെന്ന് വിചാരിക്കണ്ട. ഇന്നെന്നെ വിളിച്ചുകൊണ്ടുപോയി അപമാനിച്ച എല്ലാവരോടും ഞാൻ എണ്ണി എണ്ണി പകരം ചോദിക്കും. അല്ലെങ്കിൽ എന്റെ പേര് കാരക്കൂടിൽ ദാസൻ എന്നല്ല. രമേശൻ നായർക്ക് ഒരു പഴഞ്ചൊല്ല ഓർമ്മ വരുന്നുണ്ടോ? ഉണ്ട് പ്രസിഡന്റ്. അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയാ കിടക്കൂല. ഇനിയൊന്നു പാടൂ ഹൃദയമേ, എൻ പനിമതി മുന്നിലുദിച്ചുവല്ലോ. ഇനിയൊന്നു പാടൂ ഹൃദയമേ, എൻ പനിമതി മുന്നിലുദിച്ചുവല്ലോ. ശിശിര നിലാവിൻ പുടവ ചുറ്റി എൻ ശശിലേഖ കൈവിളക്കേന്തി നിൽപ്പൂ. ഇനിയൊന്നു പാടൂ ഹൃദയമേ. അലസമനോജ്ഞമവൾ വരുമ്പോൾ വെള്ളിക്കൊലുസുകൾ പാടുകയായി, തങ്കവളകൾ ചിരിക്കുകയായി. അലസമനോജ്ഞമവൾ വരുമ്പോൾ വെള്ളിക്കൊലുസുകൾ പാടുകയായി, തങ്കവളകൾ ചിരിക്കുകയായി. പിരികളായി പിന്നിയ ചുരുൾമുടി കാണുകയും അരിമുല്ല പൂക്കുകയായി, എന്റെ അരിമുല്ല പൂക്കുകയായി. ഇനിയൊന്നു പാടൂ ഹൃദയമേ, എൻ പനിമതി മുന്നിലുദിച്ചുവല്ലോ. ശിശിര നിലാവിൻ പുടവ ചുറ്റി എൻ ശശിലേഖ കൈവിളക്കേന്തി നിൽപ്പൂ. ഇനിയൊന്നു പാടൂ ഹൃദയമേ.
ഹൃദയം വെള്ളിത്തിരകളിലാടുകയായി തപ്പും തുടിയുമായി പാടുകയായി. ഒരു വേലിയേറ്റത്തിലെൻ ഹൃദയം വെള്ളിത്തിരകളിലാടുകയായി തപ്പും തുടിയുമായി പാടുകയായി. പുളകിതയാമിനി മലരങ്കണത്തിലെൻ കുയിലുകൾ പാടുകയായി, എന്റെ കുയിലുകൾ പാടുകയായി. ഇനിയൊന്നു പാടൂ ഹൃദയമേ, എൻ പനിമതി മുന്നിലുദിച്ചുവല്ലോ. ശിശിര നിലാവിൻ പുടവ ചുറ്റി എൻ ശശിലേഖ കൈവിളക്കേന്തി നിൽപ്പൂ. ഇനിയൊന്നു പാടൂ ഹൃദയമേ.